അപ്പോൾ ഇന്ന് നമ്മളൊരു ഫോട്ടോ പ്രിൻ്റ് കേൾക്കാട്ടോ. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഈ ഫോട്ടോ പ്രിൻ്റ് വെക്കുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവില്ലേ. കേക്കിൽ ഫോട്ടോ പ്രിൻ്റ് വെക്കുന്ന സമയത്ത് ഇത് മെൽറ്റാവോ, എത്ര സമയം വരെ നമുക്ക് വെക്കാൻ പറ്റും, ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും ഇങ്ങനത്തെ പ്രിൻ്റ്, ഇത് എഡിബിളാണോ, കഴിക്കാൻ പറ്റുന്നതാണോ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ കേക്ക് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഈ കേക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഓവനുള്ളവർക്ക് പ്രശ്നമില്ല, 2 kg ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓവനല്ല, നമ്മൾ സാധാ പാവപ്പെട്ട ഒരു നോർമൽ ആളായതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പട്ടിയിലൊക്കെ കൊള്ളുന്ന ഒരു നോർമൽ സൈസ് സ്ക്വയർ ആയതുകൊണ്ടാട്ടോ, അറൗണ്ട് 2 kg ഒക്കെ നമുക്ക് പോകും. സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു 4 കോർണർ വരുന്നത് കാരണം നമ്മുടെ അത്ര വലിയ പാത്രം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ 1 kg ബേക്കിംഗ് ട്രേയിൽ നമ്മൾ 2 തവണയായിട്ട് ബേക്ക് ചെയ്തതാട്ടോ. അങ്ങനെ നമ്മളിത് എല്ലാം കൂടി ചെയ്ത് വരുമ്പോൾ 2.5 kg അടുത്തുണ്ട് കേട്ടോ വെയിറ്റ്. അപ്പോൾ 1 kg 2 കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ലെയർ എടുത്തിട്ട് 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോ പ്രിൻ്റ് കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എത്ര ഇഞ്ചാണോ കേക്കിൻ്റെ ആ ഒരു ട്രേ എടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ 7 ഇഞ്ചിൽ ചെയ്യുന്ന ഒരു കേക്ക് ട്രേ ആണെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് നമ്മൾ മാക്സിമം ഒരു 6 ഇഞ്ച് അതിൽ കൂടുതൽ എടുത്താൽ നമുക്ക് ആ ഒരു നീറ്റ്നെസ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇതെനിക്കൊരു 14 ഇഞ്ചിൻ്റെ ഒരു ട്രേ ബേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കണക്കായിട്ടുള്ള 14 ഇഞ്ച് എടുത്തിട്ടില്ല. അതിൽ കൊള്ളിക്കുന്ന ആ ഒരു സൈസിൽ 10 ഇഞ്ചിലാണ് ഞാൻ ഫോട്ടോ പ്രിൻ്റ് ചെയ്യിപ്പിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ലോട്ടസിൻ്റെ സ്പ്രെഡ് നന്നായിട്ടങ്ങ് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ലോട്ടസിൻ്റെ സ്പ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഇതുപോലെ കുറച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ വഴി ജസ്റ്റ് ഒന്ന് ലോട്ടസ് സ്പ്രെഡ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ നല്ല സ്മൂത്തായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ആയിട്ട് ഈ ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരു സംതിങ് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കേട്ടോ. കാരണം കഴിച്ചവർക്കൊക്കെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു. അപ്പോൾ സ്പ്രെഡ് നമ്മളിതാ ഏകദേശം മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ആയിരിക്കും. അല്ലാതെ നമ്മൾ ബോട്ടിലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ നമ്മൾ സ്പ്രെഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ തന്നെ അതിൽ വെള്ളത്തിൻ്റെ ആ ചൂടൊക്കെ തട്ടിയിട്ട് നമുക്കിത് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറോ റിപ്പീറ്റ് ലോട്ടസ് ക്രീം ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തു, ക്രീം അപ്ലൈ ചെയ്തു, അതിൻ്റെ മുകളിൽ നമ്മൾ ലോട്ടസിൻ്റെ സ്പ്രെഡും ബിസ്ക്കറ്റൊക്കെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാജിക് ജെൽ കളറിൻ്റെ ഒരു യെല്ലോ കളറിൽ നിന്ന് ഒരു ഡ്രോപ്പ് കളർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു ഓഫ് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഗേയ്സ് അതിപ്രയാസകരം. കാരണം ഈ ഫിനിഷിങ് കുറച്ച് മെനക്കെട്ട പണി കേട്ടോ. റൗണ്ട് കേക്ക് ചെയ്യുന്ന പോലെയല്ല, എനിക്ക് ഈ സ്ക്വയർ കേക്കോ റെക്റ്റാങ്കിളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടൈമിങ്ങാണ് ഈ ഫിനിഷ് ചെയ്ത് കിട്ടാന്ന് പറയുന്നത് കേട്ടോ. എന്നെപ്പോലാണോ നിങ്ങളെന്നറിയില്ല. നിങ്ങൾ ചിലപ്പോൾ നല്ല ബേക്കേഴ്സ് ആണെങ്കിൽ, നല്ല എക്സ്പീരിയൻസ്ഡ് ബേക്കേഴ്സും ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കെന്താ അറിയില്ല, ഈ സ്ക്വയർ കിട്ടുമ്പോൾ കുറച്ച് മെനക്കെട്ട പണിയാണ്. പിന്നെ വീട്ടിൽ ചെയ്യാനുള്ളതിനെ കൊണ്ട് തന്നെ ഓവർ ഫിനിഷിംഗ് ഒന്നും ചെയ്തില്ല. കൂടാതെ നമ്മൾ ഫോട്ടോ മുകളിൽ വെക്കുന്നതുകൊണ്ടും പിന്നെ നോസിൽ വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓവർ ഫിനിഷിംഗ് ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ്. ഇത് നമുക്ക് എഡിബിളാണ്. ഒരു കണക്കിന് നമുക്ക് നോൺ എഡിബിൾ ആണ് കേട്ടോ, അഫോർഡബിൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. കാരണം നമുക്ക് നോൺ എഡിബിൾ ആണെങ്കിൽ ഒരു 40 രൂപക്കൊക്കെ കിട്ടും. പക്ഷേ നമുക്കത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൂ. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിമൂവ് ചെയ്യേണ്ട. പക്ഷേ എങ്കിലും ഇത് വലിയ ടേസ്റ്റുള്ളൊരു സാധനമൊന്നുമല്ല കേട്ടോ. കാരണം ഇതൊരു ഷുഗർ പ്രിൻ്റ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്കോ നമ്മൾ സെയിൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈമിൽ, ബോക്സിലാക്കുന്ന ഒരു ടൈമിൽ നമ്മൾ ഈ ഫോട്ടോ വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ ബോക്സിലൊക്കെ ഇട്ട് കവർ ചെയ്ത് അവർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ബോക്സിലിട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ ഓപ്പണായിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ഫ്രിഡ്ജിലത്തെ വെള്ളമൊക്കെ തട്ടിയിട്ട് കുറേ സമയമൊക്കെ ഇത് വെക്കുമ്പോൾ മെൽറ്റായി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ബോക്സിലൊന്നിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 13 മിനിറ്റ്സ് മുന്നാട്ടോ സംഭവം ഫോട്ടോ ഒക്കെ വെച്ച് സംഭവം സെറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കേക്ക്.